വെച്ചാൽ ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണാധികാരി ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ ഇതിൽ തള്ളാനുള്ള അധികാരം അദ്ദേഹത്തിന് മാൻഡേറ്റ് നൽകുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇതുമായി മുന്നോട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായിട്ട് ഫോൾസ് അഫിഡവിറ്റുമായി 200 കോടി രൂപയുടെ സ്ഥലം എന്തുകൊണ്ട് അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പിന്നിൽ നമ്മൾ പിന്നെ തന്നെ ഉണ്ടാകും. ബാക്കി ലീഡേഴ്സായിട്ട് സംസാരിച്ചിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അദ്ദേഹം തന്നെ ഇപ്പം ഒരാൾ പണം ഉണ്ടാക്കുന്നതിന് യാതൊരു തെറ്റുമില്ല, അദ്ദേഹം കോടീശ്വരനാകുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം മറയ്ക്കുന്നു? സ്വന്തം വീട് 200 കോടി രൂപയുടെ ആസ്തിയുള്ള സ്വന്തം വീട് കോറമംഗലയിലുള്ള അദ്ദേഹം താമസിക്കുന്ന സ്വന്തം വീടിൻ്റെ രേഖകൾ അദ്ദേഹം മറയ്ക്കുകയാണെങ്കിൽ വേറെ എന്തൊക്കെ മറച്ചിട്ടുണ്ടാവും? നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്, സുതാര്യമാണ്, ട്രാൻസ്പെറൻസി ഉണ്ടാകണം. ഇത് മറച്ചാൽ ഇനി എന്തൊക്കെ മറച്ചിട്ടുണ്ടെന്ന കാര്യം ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ഈ പരിമിതികൾ ബഹുമാനപ്പെട്ട ആർഒയ്ക്കുണ്ടെന്നുള്ള മനസ്സിലാക്കുന്നത് ശക്തമായിട്ടുള്ള നിയമത്തെ നടപടികളുമായി UDF മുന്നോട്ട് പോകും. കോടതിയിലേക്ക് പോകുന്നതാണ് തീർച്ചയായിട്ടും. അതിൻ്റെ കാര്യങ്ങൾ ബാക്കി ലീഡർഷിപ്പ് അടക്കം പറയും. കോടതിയിലേക്ക് തന്നെ ഈ വിഷയം മുന്നിൽ കൊണ്ടുപോവുക. ക്രിമിനൽ ഒഫൻസാണ്. ആ ക്രിമിനാലിറ്റിയുടെ ആസ്പെക്റ്റിൽ അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളിത് കണ്ടുപിടിച്ചപ്പോഴാണ് 408 കണ്ടുപിടിച്ചപ്പോൾ ഇതേപോലെ വേറെ പ്രോപ്പർട്ടികളുണ്ട്, 417 411. അപ്പോൾ ഒന്ന് തേടി പോയപ്പോൾ 2 പ്രോപ്പർട്ടികൾ നമുക്ക് കിട്ടി. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, അതൊക്കെ പ്രോപ്പർട്ടി ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല, അദ്ദേഹത്തിന് 1000 പ്രോപ്പർട്ടി ഉണ്ടാവട്ടെ, തെറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത് മറച്ചു വയ്ക്കുന്നു? പ്രധാനപ്പെട്ട ചോദ്യം മലയാളികളോടും നിയമത്തുള്ള വോട്ടർമാരോടും പറയുന്നുള്ളത്, എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? ഇത് മറച്ചു വെച്ചാൽ വേറെ എന്തൊക്കെ അദ്ദേഹം മറച്ചു വെച്ചിട്ടുണ്ട്? അതോടൊപ്പം തന്നെ എൻ്റെ CPM-ലെ സുഹൃത്തുക്കളോട്, നിങ്ങളിൽ നമ്മൾ നിരാശരാണ്. ഇത്രയധികം ഇന്നലെ എല്ലാ ചാനലുകളും ക്യാരി ചെയ്തൊരു വിഷയം, അത് കൂടുതൽ പഠിച്ച് UDF രേഖകൾ സഹിതം നമ്മൾ ഇത് കൊടുത്തപ്പോൾ ഒരു തുണ്ട് കടലാസ് പോലും കൊടുക്കുവാൻ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് LDF ഭയപ്പെടുത്തുന്നു? നിയമത്ത് ഞാനും നിങ്ങളും ഒക്കെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് NDA ആണ്. നമ്മളെല്ലായിടത്തും നമ്മളും പറയുന്നതും LDF പറയുന്നതും BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രൂട്ടനി സമയത്ത് ഏറ്റവും നല്ല അവസരം LDF, BJPയുടെ ഭാഷയിൽ സുവർണാവസരം കളഞ്ഞത് LDF ആണ്. ഈ ഒരു അവസരം സ്ക്രൂട്ടണിയിൽ LDF കളഞ്ഞത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ്. BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് LDF ആണ്. ഞാൻ ഉറപ്പ് നൽകുന്നു, ഇവിടെ BJPയുടെ അക്കൗണ്ട് നിയമത്ത് പൂട്ടാൻ പോകുന്നത് UDF ആണ്. BJP സ്ഥാനാർത്ഥി പറയുന്നു അദ്ദേഹത്തിന് ഉടമസ്ഥതയില്ല, ഇങ്ങനെ മറച്ചു വെക്കാൻ മാത്രം വിഡ്ഢിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ എന്തിനാ 4 ദിവസം മുമ്പ് അദ്ദേഹം, ഞാൻ എല്ലാവർക്കും അയച്ചു തരാമല്ലോ, 4 ദിവസം മുമ്പ് 5 ലക്ഷം രൂപ, ഞാൻ ഈ അമൗണ്ട് ആയിട്ട് കിണിക്കും. നമ്മളൊക്കെ സാധാരണ വീട്ടുകാർ അടയ്ക്കുന്നതിൻ്റെ റേറ്റ് അറിയാമല്ലോ. 5 ലക്ഷം രൂപ വീട്ടുകാർ അടയ്ക്കണമെങ്കിൽ എന്തുമാത്രം വാല്യൂ ഉള്ളതാണ് വസ്തുക്കൾ അടയ്ക്കണമെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിനൊന്നും മറക്കാനില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള രേഖയില്ലേ, ഞാൻ വേറെ ഒന്നും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടില്ല. നെറ്റിലുള്ള ഓൺലൈൻ സംവിധാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണത്തിൽ നിന്ന് അടിച്ച രേഖ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു ഓപ്പൺ ഡിസ്കഷൻ തയ്യാറാണ്. സമയമില്ല, നിയമത്തിൻ്റെ വികസനത്തെക്കുറിച്ചും കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അസറ്റുകളെക്കുറിച്ചുമുള്ള ഒരു ഓപ്പൺ ഡിസ്കഷന് ഞാൻ തയ്യാറാണ്. ഈ വർഷം ടാക്സ് അടച്ചത് രേഖ കാണിക്കേണ്ടതില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതിന് ഈ വർഷത്തേക്ക് അടയ്ക്കേണ്ട, അതിന് മുമ്പത്തെയാണ് കാണിക്കേണ്ടതെന്നാണ് പറയുന്നത്. നമ്മൾ ഒറ്റ ചോദ്യമുള്ളൂ, ടാക്സ് അടച്ചാലും ഇല്ലെങ്കിലും ഈ വസ്തു ഉണ്ടോ ഇല്ലയോ? ഇപ്പം എനിക്കൊരു വസ്തു ഉണ്ട്, ആ വസ്തു കാണിക്കുക എന്നുള്ളതാണ് 26 അഫിഡവിറ്റ് അനുസരിച്ച് കാണിക്കുക എന്നുള്ളതല്ലേ, നിങ്ങൾ ടാക്സിൻ്റെ വിഷയമല്ല. നിങ്ങൾ ടാക്സ് അടച്ച വസ്തു നിങ്ങളുടെ വസ്തുവാണെന്ന് പറയുന്ന ഈ പറഞ്ഞ 17/3/2026 ടാക്സ് അടച്ചതാണ്. 408 കോറമംഗല 3rd ബ്ലോക്ക്. ആ പ്രദേശം അറിയാവുന്ന ആളുകൾ, ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും പോഷായിട്ടുള്ള ലൊക്കാലിറ്റിയാണ് കോറമംഗല 3rd ബ്ലോക്കൊക്കെ. അവിടെ 408 നമ്പർ പ്രോപ്പർട്ടിക്ക് നിങ്ങൾ 17 മാർച്ച് നാഥൻ തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ഇനിയും ഇത്തരത്തിൽ വ്യക്തമാകാത്ത സ്വത്ത് അത് രാജീവ് ചന്ദ്രശേഖരനുണ്ട്. ഒപ്പം തന്നെ LDF ഈ കാര്യത്തിൽ ഒരു പരാതിയും ഉന്നയിക്കുന്നില്ല, തനിക്കൊപ്പം നിൽക്കുന്നില്ല. അവിടെ BJP അക്കൗണ്ട് തുറക്കരുത് എന്നൊരു നിർബന്ധ ബുദ്ധി LDFനില്ല എന്ന തരത്തിൽ LDFനെയും അദ്ദേഹം വിമർശിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.